വൈദ്യുതി മന്ത്രി ഗഹനമായി ആലോചിച്ച് ഒരു പുത്തി കണ്ടെത്തി നല്ലൊരു പരസ്യം KSEBക്ക് വേണ്ടി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് കാണാം. വൈകിട്ട് 7 മണിക്ക് ശേഷം വൈദ്യുതിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാം. കണ്ടല്ലോ, വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിട്ട് വൈകിട്ട് 7 മണിക്ക് ശേഷം ഞങ്ങൾ വൈദ്യുതി ഉപയോഗിക്കില്ല, ഇനി നിങ്ങളോ എന്നുള്ളതാണ് ചോദ്യം. ഏതോ ഒരു സ്കൂളിൽ പോയി പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു മറുപടി പറയിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്താണ് നിലവിലെ അവസ്ഥയെന്നോ 7 മണിക്ക് ശേഷം വൈദ്യുതിയുടെ പ്രസക്തി എന്താണെന്നോ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവർ കരുതുന്നുണ്ടാകും 7 മണിക്ക് ശേഷം എല്ലാം ഓഫ് ചെയ്തിരുന്നോളൂ, കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കണ്ടല്ലോ, നമുക്ക് ബുക്ക് തുറക്കേ വേണ്ട, വൈദ്യുതി പ്രതിസന്ധി മൂലം എല്ലാം അടച്ചു വെച്ച് കയ്യും കെട്ടി മിണ്ടാതിരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിക്കുന്നിടത്തോളം എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. ഒഴിവാക്കാൻ പറ്റുന്ന പരമാവധി വീടുകളിൽ ഒഴിവാക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഭക്ഷണം പാകം ചെയ്യണം, ചിലയിടങ്ങളിൽ ഇൻഡക്ഷൻ കുക്കർ വേണം, ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഗ്യാസിന് തീ പിടിച്ച വില സമയത്ത് ബുക്ക് ചെയ്താൽ കിട്ടാത്തൊരവസ്ഥയുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇൻഡക്ഷൻ കുക്കർ വെച്ച് വേവിച്ച് കഴിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. ഇനി അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്തിടാൻ പറ്റൂ? അത് പറ്റില്ല. ഹാളിലെ ലൈറ്റ് ഓഫ് ചെയ്തിടാൻ പറ്റൂ? അതും പറ്റില്ല. മുറ്റത്തെ ലൈറ്റ് ഓഫ് ചെയ്തിടാൻ പറ്റൂ? അതും പറ്റില്ല. പിന്നെ ആവശ്യമില്ലാത്തതായിട്ട് എന്താണ് ഒരു വീടുകളിൽ കത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പിള്ളേര് തയ്യാറായി എന്നാണ് പറയുന്നത്. പിള്ളേരെന്താണ് ആവശ്യമില്ലാതെ വീടുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്? അവർ പഠിക്കുന്നിടത്ത് ഫാനും ഇടേണ്ടി വരും, ലൈറ്റും ഇടേണ്ടി വരും. ഇതാണ് കുട്ടികളെ സംബന്ധിക്കുന്നിടത്തോളം വൈകുന്നേരങ്ങളിലുള്ള വൈദ്യുതി ഉപയോഗം. എന്നാൽ മറിച്ച് കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളിലോട് പോയി നിങ്ങൾക്കിത് പറയാൻ പറ്റുമോ? കാര്യം ഓണക്കാലം കൂടിയാണ്. പലയിടങ്ങളിലും, അതായത് വലിയ വസ്ത്രശാലകളായിക്കോട്ടെ, വലിയ ഷോപ്പിംഗ് മാളുകളായിക്കോട്ടെ, ഇവിടങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി, ആ വൈദ്യുതിയെ കുറയ്ക്കണമെന്ന് നിങ്ങൾക്ക് ചെന്ന് പറയാൻ പറ്റുമോ? അത് നിങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ലല്ലോ. കാര്യം അവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ AC പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടങ്ങളിലാണ് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നത്, അവിടങ്ങളിലാണ് പല ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തിക്കുന്നതിനെ നിയന്ത്രിക്കാൻ തയ്യാറല്ല. വീടുകളിലെ ഉപയോഗമാണ്. വീടുകളിൽ അനാവശ്യമായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നവരില്ല. ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അവിടങ്ങളിൽ പോയി KSEBക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റൂ? പലയിടങ്ങളിലും ഇലിമിനേഷൻ ഒക്കെ വാരി വലിച്ചിടുന്നുണ്ട്. അതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ കുട്ടികൾ തയ്യാറാണ്, മുതിർന്നവർ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം ഈ നാട്ടിൽ ജീവിച്ചവർ പൊടുന്നനെ രാത്രി കാലങ്ങളിൽ എന്താണ് ഒഴിവാക്കേണ്ടത്? സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം വൈകുന്നേരങ്ങളിൽ TV കാണും, ചില സീരിയലുകൾ കാണുന്നുണ്ട്. ഇത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ വൈദ്യുതി വകുപ്പിനോട് സഹകരിക്കൂ. കാര്യം അവരുടെ ഏതെങ്കിലും റെസ്റ്റിംഗ് പീരീഡോ അല്ലെങ്കിൽ അവർക്ക് വൈകുന്നേരങ്ങളിൽ വിശ്രമവേളകളിൽ ആനന്ദകരമാക്കുന്നത് സീരിയലുകളാണ്. അത് ഒഴിവാക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? വെള്ളം തീർന്നു പോയാൽ മോട്ടർ ഇടണം, അത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണോ? ഏതാണ് ഒഴിവാക്കേണ്ടതെന്ന് മന്ത്രി ഒന്ന് വിശദീകരിക്കണം. ആവശ്യമില്ലാത്തതെല്ലാം ഓഫ് ചെയ്തിടാൻ പറഞ്ഞാൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ എല്ലാ വീടുകളുടെയും ലൈറ്റ് ഓഫ് ചെയ്ത് എമർജൻസി ലൈറ്റ് വിട്ട് ഇരിക്കണമെന്നാണോ മന്ത്രി ഉദ്ദേശിച്ചത്? എങ്കിൽ നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ പറ്റും അത്രേ. എന്തായാലും ഒരു കാര്യം ആലോചിച്ചാൽ മതി, 10 വർഷം എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം ഒരു സർക്കാർ തന്നിരുന്നോ? ഇല്ലല്ലോ. കേവലം 3 മാസം തികയുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് വൈദ്യുതി പോലുമില്ല, അതും മഴക്കാലത്ത്. നല്ല എരണം കൂടിയവർ വന്നപ്പോൾ മഴ പോലും മാറി നിൽക്കുന്നു. എന്താണ് കേരളത്തിൽ ഉണ്ടാകുന്ന വിസ്മയങ്ങളെന്ന് നോക്കണേ.